ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കേ ഇന്ന് കുറച്ച് ഉണക്കമീൻ കറി വെച്ച് നോക്കിയാലോ. ഈ പച്ചമീൻ ഇല്ലാത്തപ്പോൾ നമ്മൾ എത്രയൊക്കെയാണെന്ന് വെച്ചാലും ഉണക്കമീനെയാണല്ലോ ആശ്രയിക്കുന്നത്. അതും ഇത്തിരി മീൻചാറൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും ചോറുണ്ണാൻ ഒരു പ്രത്യേക സുഖമാണ്, സ്വാദാണ് അല്ലേ. പിന്നെ നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന പാവം മെലിഞ്ഞിരിക്കുന്ന ഉണക്കമീനെയാണ് കേട്ടോ. അതെന്തോ സാധനം, എന്തോ അതിൻ്റെ പേരെന്നൊന്നും അറിയാൻ മേല. നമ്മളിത് വാങ്ങിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും നോക്കില്ല. മീനാണോ മേടിച്ചു, അപ്പോൾ ഇങ്ങനെ ഇതിനെ പിടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നും അതിനെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചാറുകറിയാവും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ടേസ്റ്റ് അത്ര തന്നെ. മീനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. എന്നാൽ പിന്നെ അതിനെ നമുക്കൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് ഇടാം കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ചെറിയ ചെതുമ്പലുണ്ട്, ഒത്തിരി ഇല്ല. പിന്നെ ചെറിയ ചെറിയ അതിൻ്റെ ആ ചെകിളുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അടർന്നു വരാനാണെങ്കിലും എളുപ്പമുണ്ടാവും. എന്നാൽ പിന്നെ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിന് വേണ്ട കൂട്ടുകൾ വേണമല്ലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇത്രയും അങ്ങ് പോട്ടെ. അപ്പോൾ ഇതിനെ നമുക്കെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ പച്ചമുളകാണെങ്കിലും ഒന്ന് കീറിയെടുക്കാം, വെളുത്തുള്ളി ആണെങ്കിലും രണ്ടായിട്ടൊന്ന് പൊളന്നെടുക്കണം. അപ്പോൾ അതങ്ങനെ അങ്ങ് പോട്ടെ. പറഞ്ഞ പോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഇവിടെ ഒന്ന് അരിഞ്ഞ് നല്ല തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മീൻകറി വെക്കാൻ എന്നാ പറഞ്ഞാലും മൺചട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതായിരിക്കും അതിൻ്റെ സ്വാദോട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വല്പം കൂടുതലുണ്ട് കേട്ടോ. മീൻകറി വെക്കുമ്പോൾ എന്തായാലും ഇത്തിരി എണ്ണയൊന്നും ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിർബന്ധങ്ങളൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടതിന് ശേഷം അവസാനം അത് അന്നേരം ആ മുളക് പൊടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലേ പച്ച ചുവയ്ക്കല്ലേ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് അവസാനം ഇത്തിരി എണ്ണ ഒഴിച്ചെടുത്താലും മതിയാവും. നമ്മളെന്തായാലും ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വല്പം ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കടുകും ഉലുവായും ഒക്കെ ഒന്ന് മൂത്ത് വന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് റെഡിയായി വന്നോട്ടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേരെ കേട്ടോ. ഇനിയിപ്പോൾ ചിലർ നമ്മുടെ ചുവന്ന മുളകൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. മീൻകറി വെക്കുമ്പോൾ സാധാരണ അങ്ങനെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കാറില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടെ, അതായത് അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി പാകത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി അന്ന് ആയി വരട്ടെ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന മെയിൻ ആളുണ്ട് മീൻ, അതിനെ ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്കതിൻ്റെ പരിപാടി നോക്കാം. അതുകൂടാതെ നമുക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. എന്താണെന്നല്ലേ, തക്കാളി ഉണ്ട്. നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൊഴുപ്പും കൂടെ കിട്ടാനായിട്ടും പോരാത്തതിന് ഇത്തിരി പുളിയൊക്കെ കൂടി ആയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് തക്കാളി റെഡിയാക്കാം. അതൊന്ന് ചെറുതായിട്ട് എന്താ പറയുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ എന്ത് വേണേലും ആവാം. ഇനി ഇത് രണ്ടും കൂടെ വേണേലും നമുക്ക് എന്താ പറയുക, നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടെയും അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് വേണേലും നമുക്ക് തയ്യാറാക്കാം. പക്ഷെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂപ്പ് വരുമ്പം രണ്ടും രണ്ടായി മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. പോരാത്തതിന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക് പൊടിയും നമ്മുടെ പൊടികളെല്ലാം മസാല അതിന് ചേരേണ്ടുന്ന പൊടികളെല്ലാം കൂടെ നമ്മളിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ആ പച്ചമണം മാറി കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളിയും കൂടെ ഒരുമിച്ച് നമ്മളിടുന്ന ആ സമയത്ത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു രുചി തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഇതുപോലെ ഞാനൊരു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ. അതേ നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാണെന്നറിയാവോ, അതിൻ്റെ ആ പച്ചമണം തന്നെ ഒന്ന് മാറ്റി അതൊന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു സ്വല്പം മല്ലിപ്പൊടി നമ്മൾ മീൻ കറി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതും തന്നെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കൊടുക്കുക. വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുത്താലും മതിയാവും. പക്ഷേ ഓരോന്നും വെവ്വേറെ ഇട്ട് ചെയ്യുന്നതിന് ഓരോരോ കറിക്കും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞു സ്പൂണായിരുന്നു.
അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എരിവ് ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി എരിവ് ഒരുപാട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ എരിവ് കുറച്ചും കിട്ടും, കളറ് നല്ല ഇതായിട്ട് ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ മീൻകറി വെക്കുമ്പോൾ നല്ല ചുമന്നിരിക്കും കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ട് തന്നെ, അതുമല്ല കുഞ്ഞുങ്ങളൊന്നും മീൻകറിയൊന്നും അങ്ങനെ ഒത്തിരി കൂട്ടാറില്ലല്ലോ. ആ മീനിൻ്റെ കഷ്ണം വല്ലതും കൂട്ടിയെങ്കിലും ഉള്ളത്, പോരാത്തതിന് ഇപ്പോൾ ഉണക്കമീനായതുകൊണ്ട് അങ്ങനെ കൂട്ടാറുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി മുളക് പൊടി കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വല്ലതും ആണെന്നുണ്ടെങ്കിൽ തുമ്മി ശരിയാവും കേട്ടോ. ഏതായാലും തുമ്മിയിട്ടൊന്നുമില്ല, അങ്ങനെ തുമ്മാനുള്ള വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചു തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം, അതായത് ഒരു ചെറുതായിട്ടൊന്ന് ആ പൊടിക്കകത്തെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എന്നാണെന്നറിയാവോ, വല്ലാണ്ട് അങ്ങ് കരിയുമല്ല, ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ തുമ്മി മടുക്കും. പിന്നെ വീട്ടിലുള്ളവരും കൂടെ തുമ്മും. അങ്ങനെ പിന്നെ അവസാനം ആകെപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടെ, അതായത് നമ്മുടെ തക്കാളി വേവാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് എന്താ പറയുക അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇനിയിപ്പം നമ്മുടെ തക്കാളി നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ ഒന്ന് തയ്യാറാവുന്ന സമയം കൊണ്ട് മീനെ എല്ലാം ഒന്ന് കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി എല്ലാം കൂടെ വെന്ത് നല്ല എന്താ പറയുക ഉടഞ്ഞ് നല്ലൊരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മീനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ തക്കാളിക്ക് ഇനി പുളി എങ്ങാനും കുറഞ്ഞു പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു 2 കുഞ്ഞി കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പുളി ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അതിന് വലിയ നിർബന്ധങ്ങളൊന്നുമില്ലേ. എന്നാൽ പിന്നെ നമുക്ക് അതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആദ്യം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. ഇനിയിപ്പം അതിപ്പോൾ സ്റ്റീൽ തവി വെച്ചിട്ട് വേണമെങ്കിലും ഇളക്കി കൊടുത്തെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഉടഞ്ഞൊന്നും പോകാനില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ സൈഡെല്ലാം കൂടെ ഒന്ന് എന്താ പറയുക വടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു 15 മിനിറ്റും കൂടെ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിലൊരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് നോക്കി, ഇതാ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിയെല്ലാം നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തോളുക. ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ല കുറച്ച് എന്താ പറയുക പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് കൊഴുപ്പല്ലേ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കും. വല്ലപ്പോഴും ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, സ്ഥിരമാവരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോരത്തിനൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം സാധാരണ ചില മീനുകൾക്കെന്ന് വെച്ചാൽ ഭയങ്കര ഉപ്പായിരിക്കില്ലേ, പക്ഷേ നമ്മുടെ മീൻ അധികം ഉപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഇതൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച്, അതായത് ആ ഉപ്പെല്ലാം ഒന്ന് അരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതൊന്ന് നിർത്തിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മൂടി വെച്ച് വേവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായാൽ മാത്രം മതിയാവും. അപ്പോൾ ഉപ്പ് ചേർത്ത് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഞാനത് വാങ്ങി വെച്ചില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ പിന്നെ വാങ്ങി വെച്ചിട്ട് ഒഴിച്ചാലും മതി, അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ അടച്ച് വെച്ചേക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, അതായത് ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂട് ചോറുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കുണ്ടല്ലോ നല്ല മീൻകറിയും കൂടെ ഒഴിച്ചിട്ട്, അതായത് ഉണക്കമീനോ പച്ചമീനോ എന്തായാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉണക്കമീൻ കറി വെച്ച് നല്ല രുചിയാട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കാരണം പോരാത്തതിൻ്റെ തക്കാളിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വെച്ചിരിക്കുന്ന കാരണം നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ എടുത്ത് നല്ല കുഞ്ഞുരുളകളാക്കി അങ്ങനെ വയലിട്ട് വെക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് എൻ്റെ പൊന്നുമോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.